അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങിയ കെ സുധാകരൻ നാളെ മുതൽ UDF സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിനിറങ്ങും. നാളെ കണ്ണൂരിലും മട്ടന്നൂരിലും UDFന് വോട്ടഭ്യർത്ഥിച്ച് കളത്തിലിറങ്ങും. പേരാവൂരിൽ സണ്ണി ജോസഫിനായി സുധാകരൻ പ്രചാരണത്തിന് എത്തുമോ എന്നതിൽ വ്യക്തതയില്ല. അതിനിടെ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി ടി.ഒ. മോഹനൻ സുധാകരനെ കണ്ട് പിന്തുണ തേടി. ഷോൾ അണിയിച്ച് സുധാകരൻ ടി.ഒ. മോഹനനെ സ്വീകരിച്ചു. സുധാകരൻ സജീവമായി തന്നെ രംഗത്തിറങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സുധാകരൻ രംഗത്തിറങ്ങുന്നതോടെ അണികൾക്കിടയിലെ നിരാശ പൂർണ്ണമായും ഒഴിവാകുമോ? കണ്ണൂരിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നുണ്ട് നമ്മളോടൊപ്പം. അഭിജിത്ത്, സുധാകരൻ എന്തായാലും എല്ലാ ആർജവത്തോടും ആവേശത്തോടും കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങും എന്നത് വ്യക്തമാക്കുകയാണ്. ഈ സുധാകരനും സണ്ണി ജോസഫും തമ്മിലുള്ള പോരിൽ രണ്ട് ഭാഗത്ത് നിന്നിരുന്ന അണികളുണ്ട്. സുധാകരൻ അയയുമ്പോൾ അവരും ആ പറയുന്ന പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച സജീവമായി ഇറങ്ങില്ലേ? തീർച്ചയായും മാധു, അതിന് തന്നെയാണ് സാധ്യത. കാരണം മുൻപെങ്ങുമില്ലാത്ത വിധം UDFന് അനുകൂലമായ ഒരു തരംഗമുണ്ട്. ആ തരംഗം വലിയ അർത്ഥത്തിൽ UDFനെ മുന്നോട്ടെത്തിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. അതിനിടയിലായിരുന്നു ഈ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ആളിപ്പടർന്നത്. ഒരു കാർമേഘങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഉരുണ്ടുകൂടിയിരുന്നു. അത് പതിയെ ഒഴിയുകയാണ് എന്ന് പറയാം. പ്രവർത്തകരുടെ ആശങ്കയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ പാർട്ടിക്ക് വഴങ്ങി നാളെ മുതൽ കെ സുധാകരൻ പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുകയാണ്. കണ്ണൂരും മട്ടന്നൂരും അദ്ദേഹം എത്തും. കൺവെൻഷനുകളിൽ പങ്കെടുക്കും. റോഡ് ഷോയിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുമ്പോൾ ഏറ്റവും ആശങ്കയായി ഉണ്ടായിരുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു പക്ഷേ ഈ പ്രചാരണ പരിപാടികളിൽ ഇറങ്ങാതിരുന്നാൽ, അദ്ദേഹം ആ അർത്ഥത്തിൽ പ്രചാരണത്തിന് എത്തിയില്ല എങ്കിൽ അത് വലിയ തിരിച്ചടിയാകും. അങ്ങനെയുള്ള ആശങ്ക അത് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു, നേതൃത്വത്തിനിടയിലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാധു, മുൻപെങ്ങുമില്ലാത്ത വിധം പക്വതയോടുകൂടിയാണ് ഇന്നലെ അദ്ദേഹം ദില്ലിയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചത്. തന്നേക്കാൾ എത്രയോ വലുതാണ് പാർട്ടി, താൻ പാർട്ടിയെ വെച്ച് നോക്കുമ്പോൾ താൻ വളരെ ചെറിയവനാണ്, താൻ സജീവമായി പ്രചാരണ രംഗത്തുണ്ടാകും എന്ന് കെ സുധാകരൻ വ്യക്തമാക്കുന്നു. ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ടി.ഒ. മോഹനൻ, കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി, അദ്ദേഹത്തെ വീട്ടിലെത്തി സന്ദർശിക്കുന്നു. ആ വേളയിൽ എന്റെ ഉറപ്പ് താൻ പാലിച്ചില്ലേ എന്നാണ് കെ സുധാകരൻ ചോദിച്ചത്. ഒരുപക്ഷെ ഈ രീതിയിൽ പ്രചാരണ പരിപാടികളിൽ താൻ പങ്കെടുക്കും, പൂർണ്ണാർത്ഥത്തിൽ തന്നെ പാർട്ടിക്കൊപ്പം സജീവമായി ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് കൂടിയാകാം ടി മോഹൻ അദ്ദേഹം നൽകിയത്. ടി.ഒ. മോഹനൻ മാത്രമല്ല, ചന്ദ്രൻ തില്ലങ്കേരി, അദ്ദേഹം മട്ടന്നൂരിലെ UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹവും ഇന്ന് കെ സുധാകരനെ വന്ന് കണ്ട് പിന്തുണ തേടിയിരുന്നു. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആശീർവാദമൊക്കെ വാങ്ങുകയും ചെയ്തിരുന്നു. ചന്ദ്രൻ തില്ലങ്കേരിക്കും കെ സുധാകരൻ നൽകിയത് ഇതേ ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ മട്ടന്നൂരിൽ താൻ സജീവമായി ഉണ്ടാകും, കൺവെൻഷനുകളിലൊക്കെ പങ്കെടുക്കും. അപ്പോഴും അവശേഷിക്കുന്നത് മാധു സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ചോദ്യമാണ്, എപ്പോഴാണ് പേരാവൂരിലേക്ക് കെ സുധാകരൻ എത്തുക, സണ്ണി ജോസഫിന്റെ ഈ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുക എന്നുള്ളതാണ്. ഈ വിവാദം ഇത്രയും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് നേരിട്ടല്ലെങ്കിൽ കൂടി ഒരു ഏറ്റുമുട്ടലിലേക്ക് കെ സുധാകരന്റെയും സണ്ണി ജോസഫിന്റെയും അനുകൂലികൾ കടന്നിരുന്നു. പോസ്റ്റർ യുദ്ധമായിരുന്നു പലപ്പോഴും സംഭവിച്ചത്. സണ്ണി ജോസഫിനെതിരെ രൂക്ഷമായ വാക്കുകളിൽ പലയിടങ്ങളിലും, പേരാവൂരിന്റെ പലയിടങ്ങളിലും പോസ്റ്ററുകൾ, ബാനറുകൾ ഒക്കെ പ്രത്യക്ഷപ്പെട്ടു. ഒരുപക്ഷെ സണ്ണി ജോസഫിനെ ഈ രീതിയിൽ വളർത്തി വലുതാക്കിയ കെ സുധാകരനോട് സണ്ണി ജോസഫ് അനീതി കാട്ടി എന്നുള്ളതായിരുന്നു ഈ പോസ്റ്ററിന്റെ ഒക്കെ ഉള്ളടക്കം. പക്ഷേ നിലവിൽ ഏതായാലും സുധാകരൻ അയയുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഇനി ഒരിക്കലും ആ രീതിയിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം കടുത്ത നിലപാടുകളിലേക്ക് കടക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അദ്ദേഹം പേരാവൂരിലും സജീവമായി തന്നെ ഈ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇരിക്കൂറിലേക്ക് കെ സുധാകരൻ പോകുന്നുണ്ട്. അവിടെ സജീവ് ജോസഫിന്റെ പ്രചാരണ പരിപാടികളിൽ കെ സുധാകരൻ ഉണ്ട്. അങ്ങനെ മുഴുവൻ സമയം ഈ പ്രചാരണ പരിപാടികളിലേക്ക് കെ സുധാകരൻ കടക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസമായ കാര്യം. തെരഞ്ഞെടുപ്പ് രംഗത്ത് കെ സുധാകരൻ ഉണ്ടാക്കുന്ന ഓളം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാധു. കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചറിയാം, സുധാകരൻ അവർക്ക് വലിയ ആവേശമാണ്. സുധാകരൻ എത്തുന്ന ഓരോ പരിപാടികളിലും അത്രയധികം ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വളരെ ദൂരത്തു നിന്ന് പോലും ആൾക്കാർ എത്തുന്ന കാഴ്ചയൊക്കെ കോൺഗ്രസിനുള്ളിൽ പതിവാണ്. അതിനാൽ തന്നെ കെ സുധാകരൻ എത്തുക, തങ്ങളുടെ പ്രചാരണ പരിപാടികളിൽ ഭാഗമാവുക എന്നുള്ളത് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്, UDF സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് വലിയ കാര്യവുമാണ്. അതിനാൽ തന്നെയാണ് ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇന്ന് എത്തുന്നു. ടി.ഒ. മോഹനും ഒപ്പം തന്നെ ചന്ദ്രൻ തില്ലങ്കേരിയും ഒക്കെ എത്തി അദ്ദേഹത്തിന്റെ അനുഗ്രഹ എന്തായാലും
പാർട്ടിക്ക് വഴങ്ങുകയാണ് കെ സുധാകരൻ. ഇനി പ്രചാരണ പരിപാടികളിലും വളരെ സജീവമായി ഇറങ്ങുന്ന സുധാകരനെ നമുക്ക് കാണാൻ കഴിയും. സാധാരണ പ്രചാരണ പരിപാടികളിലോ രാഷ്ട്രീയ പ്രസംഗങ്ങളിലോ ഒക്കെ സുധാകരൻ നിൽക്കുന്നതാണ് സുധാകരന്റെ അണികൾക്ക് ഏറ്റവും വലിയൊരു ആവേശവും ഒക്കെ. അപ്പോൾ സുധാകരൻ ഈ രാഷ്ട്രീയ പ്രസംഗങ്ങളിലേക്ക് കൂടി വരും. ഇനി പേരാവൂരിലെത്തുമോ എന്നുള്ളതാണ് വലിയ ആകാംക്ഷ. അതുകൂടി തീരുമാനമായിട്ടുണ്ടെങ്കിൽ സുധാകരന്റെ അണികളും ഈ പരിഭവമൊക്കെ മറന്ന് പ്രചാരണ രംഗത്തേക്ക് സജീവമാവുകയും ചെയ്യും.